നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്, ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പം ഞാൻ സാധാരണ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല, എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുട്ടി മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ആ ഒരു സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ നമ്മുടെ സാധാരണ വാസ്ലിൻ ഇല്ലേ, അത് ചുണ്ടിൽ തേക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ, സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒലയുടെ ക്രീമാണ്. നിങ്ങളുടെ കയ്യിൽ ഫെയർ ആൻഡ് ലവ്ലി ആണോ പോൺസ് ആണോ ഏതാണോ ഇഷ്ടമുള്ള ക്രീം അത് യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നത് ഒരു പ്രൈമർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിവിടെ CC ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒലയുടെ ക്രീം അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല ഈ ക്രീം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ഗ്ലോയിങ് ആണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഞാൻ എൻ്റെ ADSൻ്റെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ബ്രൗൺ കളറിലെ ഐബ്രോ പെൻസിലാട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതൽ ഡ്രാമാറ്റിക്കായിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ കാജലൊന്നും യൂസ് ചെയ്ത് ബ്രഷൊന്നും യൂസ് ചെയ്തിട്ട് ചെയ്യാതിരുന്നത്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബ്രൗൺ കളറിലെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു CC ക്രീം അല്ല, ലാക്മിയുടെ CC ക്രീമാണ്. ഞാൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യാം. അത് ഞാൻ കഴുത്തിലും ഫേസിലും ഒക്കെ കൂടെ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാം പറയുമ്പോൾ ഒരു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ, സോറി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ ഫുള്ളും. അപ്പം ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പുട്ടിയടിച്ച് ഫീൽ ഉണ്ടാവില്ല ഈ ഒരു CC ക്രീമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം. നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തില്ലേ, അപ്പോൾ നല്ലപോലെ ബ്ലെൻഡായി വന്നോളും. പിന്നെ നമ്മൾ മൂക്കിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെറ്റിയുടെ അവിടെ ഇങ്ങനെ വര പോലെ വരാനൊന്നും പാടില്ല. അവിടെയൊക്കെ നല്ലപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം, ബ്രഷ് യൂസ് ചെയ്യാം, കൈ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. ലാക്മിയുടെ സാധാ കോമ്പാക്ട് പൗഡർ അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലുള്ള കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഏത് കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതില്ലെങ്കിൽ സാധാ ടാൽക്കം പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം. ടാൽക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ചാരം വാരിയിട്ട പോലത്തെ ഒരു ലുക്ക് ഉണ്ടാവും. ഇനി അടുത്തത് കാജലാണ്. എൻ്റെ കയ്യിൽ ആകെയുള്ള കാജലാണ് ഇത്. മേബിലിൻ്റെ എൻ്റെ എല്ലാ വീഡിയോസിലും കാണുമായിരിക്കും ഈ ഒരു കാജൽ. അപ്പോൾ ഞാൻ ഔട്ടർ കോർണറിൽ കുറച്ച് തിക്കായിട്ട് വരച്ചിട്ട് ഇന്നർ കോർണറിലേക്ക് കൊണ്ടുവരുന്നില്ല. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. കോളേജിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ച മാത്രമേ കളർ ഡ്രസ്സ് ഇടാറുള്ളൂ. ആ സമയത്ത് ചെയ്യുന്നൊരു സംഭവമാണിത്. നല്ലപോലെ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകാറുണ്ട്. ആ ഒരു സമയത്ത് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് കുറച്ച് കളറായിട്ട് പോകും അങ്ങനെ. അപ്പോൾ ഞാൻ മേളിൽ ഐലൈനർ എഴുതി. ഐടെക്സിൻ്റെ ഐലൈനർ. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യം തന്നെ. ചിലപ്പോൾ ഇതിനേക്കാളും കൂടിയ പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നവരുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ഗ്യാപ്പുള്ള ഭാഗത്ത്. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ആഡ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് സ്റ്റേ ക്വിർക്കിയുടെ ഞാൻ ഷെയ്ഡ് താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. ലെറ്റ് മീ ചോക്ലേറ്റ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ്, പക്ഷെ ഒരു ബ്രൗണിഷ് ടച്ച് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്, നല്ല അടിപൊളി ഷെയ്ഡാട്ടോ. അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി ഞാൻ മുടിയൊക്കെ അഴിച്ചൊന്ന് സെറ്റാക്കാണ്. ഒന്ന് കെട്ടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു, കാരണം മുടിയൊക്കെ പറന്ന് പാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കൊള്ളാമല്ലേ, നല്ല ലുക്കല്ലേ. ഒരു അധികം ഓവറല്ലല്ലോ. ഞാനൊരു പൊട്ടുകൂടെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. കൊള്ളാമല്ലേ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. മേക്കപ്പ് ലുക്ക് എന്ന് പറയാൻ അത്ര വലിയ മേക്കപ്പ് ലുക്ക് ഒന്നും അല്ല, ഒരു സിമ്പിൾ എവറിഡേ ഗോയിങ് മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ ഒരു കോളേജ് ഗോയിങ് മേക്കപ്പ് ലുക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ മസ്കാര കാര്യങ്ങൾ അങ്ങനത്തെ കൂടുതൽ ഫോർമാലിറ്റീസ്, ഐ ഷാഡോ, ബ്ലഷ്, ഹൈലൈറ്റർ അങ്ങനത്തെ കൂടുതൽ ഫോർമാലിറ്റീസിലേക്കൊന്നും പോയിട്ടില്ല. സിമ്പിൾ ലുക്കാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് മുടി കൂടെ കെട്ടിയിട്ടുണ്ട്. ചുരിദാർ ഇടുമ്പോൾ മുടി കെട്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഈ ഒരു ചാനലിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, സേഫ് അറ്റ് ഹോം.